ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഒരു മാമ്പഴത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പം നമുക്ക് മാമ്പഴക്കാലമൊക്കെ ആണല്ലോ, അപ്പം നമുക്ക് മാങ്ങയൊക്കെ എല്ലാവരുടെയും വീട്ടിൽ ധാരാളമായിട്ട് കാണുമല്ലോ. അപ്പോൾ അത് വെച്ച് നമുക്ക് ഒരു പുഡിങ് ഉണ്ടാക്കാം നമുക്കിന്ന്. അതിനുവേണ്ടി ഞാൻ നല്ല പഴുത്ത ഒരു 5 മാങ്ങ എടുത്തിട്ടുണ്ട്. 4 ഞാൻ ഇത് പുഡിങ് ഉണ്ടാക്കാനും ഒരെണ്ണം നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാനുമായിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പക്ഷേ ഞാൻ ലാസ്റ്റ് ഡെക്കറേറ്റ് ചെയ്യുന്നത് ചെറി വെച്ചിട്ടാണ്. അതുകൊണ്ടിപ്പം 4 വലിയ മാങ്ങ 4 എടുത്തിട്ടുണ്ട്. അതിതുപോലെ നമ്മൾ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുക്കണം. ഒന്ന് മാങ്ങയുടെ ജ്യൂസ് ആക്കി എടുത്തിട്ട് അതിന് ശേഷമാണ് പുഡിങ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി ചെറിയ പീസാക്കി ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു ഗ്ലാസ് പാലും കൂടെ ചേർക്കുന്നുണ്ട്. ഇതിന് 1 ഗ്ലാസ് പാലും 1 കപ്പ് പഞ്ചസാരയും കൂടെ ചേർക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് മാങ്ങയുടെ മധുരം അനുസരിച്ച് പഞ്ചസാര കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇതിപ്പം മധുരമുള്ള മാങ്ങ ആയതുകൊണ്ട് 1 കപ്പ് പഞ്ചസാരയാണ് ഞാൻ ചേർക്കുന്നത്. വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും 1.5 ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർത്ത് നന്നായിട്ട് കട്ടയൊന്നുമില്ലാതെ മിക്സ് ചെയ്ത് വെക്കണം. കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കണം. ഇനി പാൻ നമുക്ക് അടുപ്പത്ത് വെച്ച് ഈ അരച്ച് വെച്ചിരിക്കുന്ന മാങ്ങയുടെ ജ്യൂസ് ഇതിലോട്ട് ഒഴിച്ച് ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ഒന്ന് കുറുക്കിയെടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ച് കുറുക്കി നന്നായിട്ട് തിള വന്ന് തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് കോൺഫ്ലവർ അല്പമായിട്ട് ഒഴിച്ച് ഇതുപോലെ നമുക്ക് തവി കൊണ്ട് ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ കട്ടയായി പോകും പെട്ടെന്ന്. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ച് ഇതുപോലെ ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്ത് ഒന്ന് നന്നായിട്ട് കുറുകി വരും. ആ കുറുകി വരുന്ന പരുവത്തിന് നമുക്ക് ഒരു കഷ്ണം ബട്ടർ ഞാൻ ചേർക്കുന്നുണ്ട്. ബട്ടർ ഇങ്ങനെ ചേർക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് അതിന്. അതായത് നമുക്ക് ഒരു ഗ്രാം അളവിൽ പറയുകയാണെങ്കിൽ ഒരു 20 ഗ്രാം ബട്ടർ ചേർത്താൽ മതിയാവും. അത് നമ്മൾ ഇതിനകത്തോട്ട് ചൂടുള്ളത് കൊണ്ട് നന്നായിട്ട് പെട്ടെന്ന് അങ്ങ് മെൽറ്റായി കിട്ടും. ഒരു പീസിനകത്തോട്ട് ചേർക്കുമ്പോൾ നന്നായിട്ട് മെൽറ്റാകും. പിന്നെ നമുക്ക് ഒന്നുകൂടി ഒന്ന് കുറുക്കിയെടുക്കണം. ഒന്നുകൂടെ കുറുക്കിയിട്ട് ഇതൊരു പുഡിംഗ് ട്രേയിലേക്ക് നമുക്ക് ഒഴിക്കാം. അതിന് വേണ്ടി നമുക്ക് പുഡിംഗ് ട്രേയിൽ ഒരു ബട്ടർ തേച്ചിട്ട് അതിലേക്ക് ഈ കുറുകിയത് നമുക്ക് ഒഴിച്ച് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കാം. ഇത് ഞാൻ ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൻ്റെ താഴത്തെ ഡോറിലാണ് വെച്ചത്. അതുകൊണ്ടാണ് ഇത്ര നല്ല കട്ടിയാകാതിരിക്കുന്നത്. നമ്മൾ ഫ്രീസറിൽ വെക്കുവാണെങ്കിൽ ഒന്നുകൂടെ നല്ല കിട്ടും, നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും. ഇത് ഞാൻ ചെറി വെച്ചിപ്പോൾ അലങ്കരിച്ചിട്ടുണ്ട്. ഇതിങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. മാങ്ങ അങ്ങനെ തന്നെ കഴിക്കാൻ ഇഷ്ടപ്പെടാത്തവർ ഇങ്ങനെ വെറൈറ്റി ആയിട്ട് പരീക്ഷിച്ച് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.